don't buy these cars. നമ്മൾ ഒരു വാഹനം അത്രത്തോളം മോശമായിട്ടല്ല നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കാറുകൾ മാത്രം നിങ്ങൾ എടുക്കുക. കാരണം നിങ്ങൾ ഒരു ഫാമിലി കാർ നോക്കുന്ന ഒരു 2 ലക്ഷം ബഡ്ജറ്റിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടോയോ അല്ലെങ്കിൽ ഒരു ഇയോണോ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ i20 എടുത്താലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാണ്ട് ഈ 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്കോഡ വിആർഎസ് ഫസ്റ്റ് ജനറേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതല്ല പോയിട്ട് എടുക്കേണ്ടത്. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെയിൻ്റനൻസും അല്ല വരുന്നത്. അതാണ് നമ്മൾ ഇതിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹേന്ദ്രയുടെ 500 ആണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു SUV ടൈപ്പ് വാഹനം തന്നെയാണ് നമ്മുടെ XUV 500 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. മാത്രമല്ല 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനും സാധിക്കും. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ഓണറാണ്, നിങ്ങൾ 5 വർഷം ഈ വാഹനം യൂസ് ചെയ്തു, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് 5 വർഷത്തിന് ശേഷം നിങ്ങൾ സെക്കൻഡ് ഓണർക്ക് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പണികളുണ്ടായിരിക്കും. കാരണം ഇത് അത്യാവശ്യം നല്ല വെയർ ആൻഡ് ടയേഴ്സ് വരുന്നുണ്ട് മെക്കാനിക്കൽ വൈസ്. അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല കോസ്റ്റും വരുന്നുണ്ട് റിപ്പയർ ചെയ്യാൻ. ഒരു 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഒരാളോട് ചോദിച്ചാൽ അറിയാം അതിന് എത്രത്തോളം മെയിൻ്റനൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇതിപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് SUV കിട്ടാനുണ്ട്. പക്ഷേ ഇതിന് വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെയിൻ്റനൻസ് അല്ല. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നിസാൻ്റെ 2 വണ്ടികളാണ്. നിസാൻ്റെ കിക്സും അതുപോലെ തന്നെ നിസാൻ്റെ എക്സ്ട്രയിലുമാണ്. വളരെ അപൂർവമായിട്ട് ഇറങ്ങിയിട്ടുള്ള 2 വാഹനങ്ങളാണ്. പക്ഷേ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇതിന് അത്യാവശ്യം മെയിൻ്റനൻസ് വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ മെയിൻ്റനൻസ് വരുന്നത് മാത്രമല്ല, ഇതിന് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റിയാണ്. അത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് പാർട്സും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ 2 വാഹനങ്ങളും കിട്ടാനുണ്ട്. പക്ഷേ നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും വിട്ടുപോകും. ഈ ഒരു 2 വാഹനങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് സ്കോഡ ഫാബിയാണ്. ഫാബിയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്കോഡ വാഹനം തന്നെയാണ് ഫാബിയ. ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി വളരെയധികം കുറവാണ്. ഇനിയിപ്പോൾ സ്ക്രാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം വളരെ കുറവാണ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളൂ, എക്സ്പെഷ്യലി കേരളത്തിൽ. അതുകൊണ്ട് തന്നെ സ്ക്രാപ്പ് സോഴ്സ് ചെയ്യാനാണെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ വാഹനം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒഴിവാക്കേണ്ട ഒരു വാഹനമാണ് നമ്മുടെ സ്കോഡ ഫാബിയ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഫോർഡ് ഫിയസ്റ്റയാണ്. എനിക്കറിയാം ഫിയസ്റ്റയ്ക്ക് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടെന്ന്. ഫിയസ്റ്റ ഓടിക്കാൻ അടിപൊളിയാണ്. ഫിയസ്റ്റയ്ക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അന്ത കാലത്ത് ഫോർഡ് വളരെ ബഡ്ജറ്റ് കാറുകളായിട്ട് ഇറക്കിയിട്ടുള്ള 2 കാറുകളായിരുന്നു നമ്മുടെ ഫിഗോയും അതുപോലെ തന്നെ ഫിയസ്റ്റയും. പക്ഷേ ഓൾമോസ്റ്റ് സെയിം എഞ്ചിനുകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ ഫിയസ്റ്റയ്ക്ക് കുറച്ച് അധികം കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. ടർബോ ആണെങ്കിലും ഇഞ്ചക്ടർ ആണെങ്കിലും ഒക്കെ ഇതിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റും വരുന്നുണ്ട്. ഫിയസ്റ്റയും മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഫിഗോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗോ ഫസ്റ്റ് ജനറേഷനും ഈ സെയിം ഇഷ്യൂകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഒരു 2015 ശേഷം ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം അത്ര ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫിഗോയിൽ വരുന്നില്ല. പക്ഷേ ഫിയസ്റ്റയിൽ ഒരുപാടധികം ഇഷ്യൂസ് പറയുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാനുള്ള പ്രയാസങ്ങൾ യൂസേഴ്സ് പറയുന്നുണ്ട്. അപ്പം ഇത്രയും വണ്ടികളാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഇപ്പം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ വണ്ടികളും ഉണ്ടായിരിക്കും. പക്ഷേ എന്താ വെച്ചാൽ കൂടുതൽ പേർക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ വാഹനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ.